എക്സാമും കൂടെ കഴിഞ്ഞ് ഞാനിനി എന്ത് ചെയ്യുന്ന? കള്ളപ്രേമം നടിച്ച് പണമുള്ള വീട്ടിലെ പെമ്പിള്ളാരെ കെട്ടി ചതിയിലൂടെ പണക്കാരനാവാനുള്ള പദ്ധതി കുറച്ചവന്മാര് തയ്യാറാക്കിയിട്ടുണ്ട്. അനീഷേട്ടൻ പറഞ്ഞതാ. ദേ, ആ നിൽക്കുന്ന ജിമ്മി നിന്നെ നോട്ടിട്ടേക്കുന്നെ. എന്തെങ്കിലും പറയാൻ വന്നാ നല്ലത് കൊടുത്തേക്കണം. ജാസ്മിനെ, നമ്മള് ഒരു പരിചയമുണ്ട്. ഒന്ന് ഓർത്തു നോക്കി. വീട്ടിലെ ഗ്യാസ് ഉണ്ടെന്നാള്? മീൻകാരൻ. ഞാൻ കളിയാക്കുവാണല്ലേ, എനിക്ക് മനസ്സിലായി. ജാസ്മിൻ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പണ്ട് നമ്മൾ ഒരുമിച്ച് പഠിക്കുമ്പോ നീ നിക്കറേ മുള്ളി, എനിക്ക് ഓർമ്മയുണ്ട്. അയ്യോ അതല്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ പുറകെ വന്ന ചെരിപ്പൂരി ഞാൻ മോത്തടിക്കും. പ്രേമിച്ചു വീഴ്ത്തി കാശുകാരനവൻ നടക്കുന്നു, നാണം കെട്ടവൻ. അങ്ങനെ വിടലും മുമ്പ് ആ സ്വന്തം കരിഞ്ഞു. കോടീശ്വരൻ ഇറങ്ങി തിരിച്ച പൊന്നു പോട്ടെ. കോടീശ്വരൻ ഇറങ്ങി തിരിച്ചൊന്നുമല്ല, എനിക്ക് ശരിക്കും ഇഷ്ടം തോന്നിട്ട് തന്നെ. ജിമിച്ച കാര്യോട്ടോ എനിക്കറിയാൻ പാടില്ല. എന്റെ പൊന്നോ, നമ്മള് കൊറേ ഇടി മേടിക്കും. ഒരു പുല്ല് മേടിക്കൂല. ജിമ്മിച്ചന് ഇഷ്ടപ്പെട്ട അവിടെ നമ്മള് കൂളായിട്ട് പൊക്കും. എന്റെ ചുക്കൂറെ നിഷേമി, പെണ്ണേഴ്സിന് ഇപ്പൊ ജാമ്യം കൂടിയില്ല. ഓടാ പണി പാലിൽ കിട്ടി. കട്ടൻ ചായ വേണോ മോനെ? വേണ്ട. നിനക്കെന്തോ മനസ്സിൽ വിഷമമുണ്ട്. നിന്നെ ഇങ്ങനെ ഒരേ കിടപ്പ് കിടന്ന അമ്മച്ചി കണ്ടിട്ടില്ലല്ലോ. എന്നതാണേലും അമ്മച്ചിയോട് പറയടാ. ഞാൻ വെറുതെ കിടന്ന അമ്മച്ചി. പോലീസ് ആവാൻ പറ്റാഞ്ഞിട്ടാണോടാ? എന്റെ അമ്മച്ചി എനിക്ക് കുറച്ച് സ്വസ്ഥത തരൂ. അമ്മച്ചിയോട് നീ കള്ളം പറയണ്ട. നിനക്കെന്തോ വിഷമമുണ്ട്. ഓട്ടോറിക്ഷ മേടിക്കാൻ പറ്റാഞ്ഞിട്ടാണോടാ? നീ ബോള് കളിച്ച് നടക്കുന്നതിന് അമ്മച്ചി ഇന്നാള് കുറ്റപ്പെടുത്തിയോണ്ടാണോ? അതൊന്നും സാരമില്ലടാ. നീ ഞങ്ങൾക്കുള്ള ആഹാരമൊക്കെ കൊണ്ടു തരുന്നില്ലേ? നമുക്കിങ്ങനെ ഉരുണ്ടും പരണ്ടൊക്കെ അങ്ങ് പോയാ മതി. ഞങ്ങൾക്ക് വലിയ മോഹങ്ങളൊന്നും ഇല്ലടാ. എന്റെ പൊന്നുമോ വിഷമിക്കാണ്ടിരുന്നാ മതി. ഞാൻ വെറുതെ കിടന്ന അമ്മച്ചി, ഇത് വലിയ കഷ്ടമായല്ലോ. കണ്ടോടി ഇവൻ ചൂടാവുന്നേ. ഇവൻ ഇങ്ങനെയായിരുന്നോ? ഈശോയെ, എന്റെ കുഞ്ഞിന് ഇതെന്തോ പറ്റിയിട്ടുണ്ട്. പറയാൻ പറ്റാത്ത വല്ല അസുഖം ഉണ്ടോടാ നിനക്ക്? എന്റെ പൊന്നോ, എന്നാന്ന് വെച്ചാ നീ ചോദിക്കും. എന്താണ് പ്രശ്നം? അടുത്തയാളും എന്നോട് സത്യം പറയടാ. ലില്ലിക്കുട്ടി, നീ ഒന്ന് എഴുന്നേറ്റ് പോയെ. എന്നോട് പറയടാ. നീ എന്റെ കൂട്ടല്ലേ, ചിലപ്പോ എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റും. എന്നാ ഞാൻ സത്യം പറയാം. ഞാനേ ഒരു പ്രേമത്തിൽ പെട്ടു. ഒന്ന് പോയടാ. നിന്നെ ആര് പ്രേമിക്കാൻ? ആരെങ്കിലും വിശ്വസിക്കുന്ന നോണ പറ, കഴുത. സത്യം പറഞ്ഞാലും വിശ്വസിക്കില്ല. ഇന്നിപ്പോ നമ്പർ അടിക്കാം. നമുക്ക് ആ വാട്സാപ്പിൽ കണ്ട സുരേഷ് ഗോപിയുടെ നമ്പർ ഇട്ടാലോ? സുരേഷ് ഗോപി ഒന്നും ഞാനെടുത്ത പൊങ്ങൂല. നടക്കുന്നേ, ധൈര്യമായിട്ട്. വന്നു. ഹലോ ഹലോ, അപ്പനല്ലേ? അതെ. ഐ മീൻ ജെസ്സിയുടെ ഫാദർ. അതെ, ഞാൻ സുരേഷ് ഗോപിയാണ്. നിങ്ങൾക്കുമാകാൻ കോടീശ്വരൻ എന്ന പരിപാടിയിൽ എന്റെ കൂടെ ഹോട്ട് സീറ്റിലിരിക്കുന്നത് നിങ്ങളുടെ മകൾ ജെസ്സിയുടെ ഉറ്റ കൂട്ടുകാരിയാണ്. ജെസ്സിക്കൊന്ന് ഫോൺ കൊടുക്കാമോ? മോളെ, സുരേഷ് ഗോപി വിളിക്കുന്നു. ഹലോ. ചോദ്യം ഇതാണ്, നാളെ എപ്പോൾ കാണാൻ പറ്റും? ഓപ്ഷൻ എ, സ്കൂളിലേക്ക് പോകുന്ന വഴി. ഓപ്ഷൻ ബി, ബസ് സ്റ്റോപ്പിൽ വെച്ച്. ഓപ്ഷൻ സി, സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി. ഓപ്ഷൻ സി. ലോക്ക് ചെയ്യാലോ അല്ലേ? ലോക്ക് ചെയ്യാം. താങ്ക് യു. കറക്റ്റ് ആയിട്ട് ലോക്ക് ചെയ്തോ മോളെ? രക്ഷപ്പെട്ടു. മൈൻഡ് ചെയ്യണ്ട, ജാട. നെറ്റ് കാർഡ് ഉണ്ടോ? റേഷൻ കാർഡ് ഉണ്ട്. ഞാൻ ചോദിച്ചത് നെറ്റ്. പ്ലാസ്റ്റിക്കിന്റെ നെറ്റ് മതിയോ അല്ലെങ്കിൽ ഇരുമ്പിന്റെ നെറ്റ് തന്നെ വേണോ? വാടി. വേണ്ട. അതെ, മറ്റേ ജിമ്മിയുടെ കൂട്ടുകാരാ. നീ ഞങ്ങളുടെ ജിമ്മിച്ചത് ചെരുപ്പൂരി. വിനീതേ,
നിന്റെ അടുത്ത് വിനീതമായിട്ടുള്ളൊരു ഭീഷണിയുണ്ട്. ഇവന് വേണ്ടത് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. പാരപ്പണിയെങ്ങാലും തുടങ്ങിയ നിനക്കാളും ഭൂലോക വരാൻ നിനക്ക് ഞങ്ങൾ പണി തരും. ഇപ്പോഴും പച്ചഭാസ്കരന്റെ മോള് തന്നെയല്ലേ നീ? നിലത്തിട്ട പാമ്പ് കടിക്കും, തോളത്തിട്ട ചെവി ഇടിക്കും എന്ന് പറഞ്ഞ പോലെ കൊണ്ടു കിടക്കണ ജിമ്മിച്ചിനെയൊക്കെയാണ് നീ വേദനിപ്പിച്ചത്. പണക്കാരനാൻ വേണ്ടിട്ടല്ല, ഒറിജിനൽ പ്രേമമുദ്രാണ് ജിമ്മിച്ചൻ നിന്റെ പുറകെ കിടക്കണേന്ന് ഞങ്ങള് പോലും അറിഞ്ഞത് പിന്നീടാ. ആ ജിമ്മിച്ചനെ നീ പീഡിപ്പിച്ചു. അയ്യോ, ഒറിജിനൽ പ്രേമായിരുന്നോ? കഷ്ടം, ഞാൻ തെറ്റിദ്ധരിച്ചു. ഒന്നുകൂടി വരാൻ പറയോ? ഞാൻ മാലയിട്ട് സ്വീകരിക്കാം. വാടി. ഓടി. അല്ല പിന്നെ ജിമ്മിയോട് ഒന്നുകൂടെ ചെല്ലാൻ പറഞ്ഞത് ചിലപ്പോ സീരിയസ് ആയിട്ടായിരിക്കോ? എന്റെ പൊന്നോ ഗണേശാ. ഹലോ 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 നിന്ന് ആ വിനീത ചേച്ചി, നീ അങ്ങോട്ട് മാറി. നീ ആരാന്നറിയ നിന്റെ വിചാരം? സൂക്ഷിച്ച് സംസാരിക്കണം. അയ്യോ പേടിപ്പിക്കുന്നു. നീയാണോ ഈ ലോകത്തെ ഏറ്റവും വലിയ കാശുകാരി? നിന്റെ ആ പേട്ട് കുടുംബത്തിൽ എന്ത് മാങ്ങാത്തുല്യം ഉണ്ടായിട്ടടി? ആ നിന്നെ കേട്ടിട്ട് വേണമല്ലോ എനിക്ക് കാശുകാരനാവാൻ. എടി നിങ്ങൾ പെണ്ണുങ്ങൾക്കൊക്കെ ഒരു വിചാരമുണ്ട്, നീയൊക്കെ ഓഹിനൊരു രത്നങ്ങളാണെന്നോ. എടി ഞങ്ങൾ ആണുങ്ങൾ പുറകെ നടക്കണമെന്നല്ലേടി നിനക്കൊക്കെ ഇത്ര ഹുങ്ക്. ഒരുത്തൻ ആത്മാർത്ഥമായിട്ട് പ്രേമിക്കാൻ വന്നപ്പോ നിനക്കൊക്കെ പുച്ഛം. എടി നീ പോലും ഓർക്കാത്തൊരു കാരണം കൊണ്ടാണ് എനിക്ക് അബദ്ധം പറ്റിയത്. എന്നാ നീ കേട്ടോ, ഈ പെണ്ണെന്ന് പറഞ്ഞ വർഗത്തിനോട് എനിക്ക് വെറുപ്പാ. ഇനി ഞാൻ ഒരു കല്യാണം പോലും കഴിക്കില്ല. ചിലപ്പോ പിന്നെ നിന്നെ കെട്ടാൻ പോണൻ ആ നാറിക്ക് അങ്ങനെ തന്നെ വേണം. നിന്റെ കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി തന്നെ മതി. പിന്നെ മതി. മാറി ഒന്ന് നിക്കോ. ഓഹോ എന്താടി പെൺപിള്ളേരെ വെല്ലുവിളിച്ച് കേമനാവാൻ നോക്കിയ ഇതായിരിക്കും അനുഭവം. പറഞ്ഞു കൊടുത്തേരെ. ചേട്ടാ ഐസ് വേണം? ഐസ് വേണ്ട. ഐസ് വേണ്ടേ? ഈ പെണ്ണുങ്ങളെങ്ങനെ തല്ലൂടാ? നീ എന്താ പ്രതികരിക്കാൻ? അയ്യേ ഇവളോടെ കാര്യം പ്രതികരിക്കാൻ. എടാ ഇവൻ പറഞ്ഞ മരുവുണ്ടോ? എടാ പിന്നെ ഈ തെണ്ടിക്ക് വേണ്ടിട്ടാണോ ഞാൻ ആ പാവൻ ജോഷിയുടെ കാലിൽ ഓടിക്കാൻ പോയത്? പാവൻ ജോഷി വെറുതെ ഇവനെ തെറ്റിദ്ധരിച്ചു. ഇപ്പൊ തന്നെ ഞാൻ അവനെ അരിയും. നാലഞ്ചാളെ കൂടെ കൂട്ടാം. അവന്മാര് ചില്ലറക്കാരല്ല. മക്കികള് നക്കാം നടക്കാന്ന്. കോമൺ സെൻസ് ഉണ്ടോടാ നിനക്ക്? കോമൺ സെൻസ്. വട്ടത്തിൽ തറവാട്ടിലെ പട്ടിക്കാട്ടം പോലും സ്വപ്നം കാണാനുള്ള യോഗ്യത ഉണ്ടോടാ നിനക്ക്? എന്നിട്ട് അവിടുത്തെ പെണ്ണിന്റെ പുറകെ നടക്കുന്നത്. എടാ നിന്റെ ബോധം പോയോ? ഇനി എന്റെ പെങ്ങളെ ഇതും പറഞ്ഞ് നീ കണ്ടാൽ പിറ്റേ ദിവസം എന്റെ ശവടുക്കിന് വരണം. അഡ്വാൻസ് ആയി ക്ഷണിക്കാന്ന് കൂട്ടിക്കോ. വാടാ. തല്ലൊന്നുമില്ലേ? മിക്കവാറും വട്ടത്തിലെ പെണ്ണിനെ ഞാൻ തന്നെ കിട്ടും. അങ്ങനെ ഒരു നീക്കം നടന്ന നിന്നെ ഞങ്ങൾ തട്ടും. അളി എന്തായാലും അള്ളിമൂല വെച്ച് തന്നെ വേണം. അത് പറ്റത്തില്ല. നമുക്ക് കാര്യം ചെയ്യാം. രണ്ടിനും നടുവൊരു സ്ഥലം നോക്കാം. മാച്ച് ഫിക്സ് ചെയ്തു. 24-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് കോട്ടപ്പുറം സ്കൂളിന്റെ കോർട്ട് വെച്ചു. 5 മണിക്ക് കച്ചവടങ്ങളാണ്. ഓ ഇന്ന് 5 മണിക്ക്. എന്നാ നീ ബറ്റും കൂടെ തീരുമാനിക്കും. ജിമ്മിച്ചാ ബെറ്റ് എത്ര വെക്കണം? എന്താക്കാൻ അവളോടത് പറഞ്ഞ പിന്നെ അവനിങ്ങനെ ഒരു ശേഷിക്കുറവും താല്പര്യമില്ലായ്മ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. എന്റെ കരണത്ത് കിട്ടിയത് നമുക്ക് മൊത്തം കിട്ടിയ അടിയാണ്. അവൾ ഇനി നമ്മുടെ പൊതു ശത്രുവാണ്. ആ വെള്ളം അങ്ങോട്ട് വാങ്ങി വെച്ചു. അതെ